കുട്ടികൾക്ക് ചോറ് കഴിക്കാൻ മടിയാട്ടാ. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചോറിന് പകരം ചപ്പാത്തി അല്ലാന്നുണ്ടെങ്കിൽ പൂരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് മടുത്തു എന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇരിക്കുന്നൊരു കപ്പ് കണ്ടോ, അതിലൊരു 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതേ ആ കപ്പ്, അതാണ് എൻ്റെ മെഷറിങ് കപ്പ് കേട്ടോ. എല്ലാവർക്കും കറക്റ്റ് മെഷറിങ് കപ്പൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലാ വീടുകളിലൊന്നും. അപ്പോൾ എൻ്റെ മെഷറിങ് കപ്പാട്ടോ ഇത്. നമ്മൾ ചായ കുടിക്കുന്ന ഒരു കപ്പില്ലേ അതിലിതാ കുറച്ച് ചോറുണ്ടായിരുന്നു. അത് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ചീശെ ഒഴിച്ച് നമുക്കിതിനെ നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ ചോറ് അരച്ചെടുത്തത് മുഴുവനായിട്ട് ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. പിന്നെ 2 ദിവസമായിട്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമില്ലാത്ത പോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി വിയിൽ അവർ വാർത്ത കേൾക്കുന്നുണ്ടല്ലോ, ഒരു ട്രക്ക് ഡ്രൈവറായിട്ടുള്ള അർജുനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഹസ്ബൻഡും ഡ്രൈവറാട്ടോ, ടൂറിസ്റ്റ് ബസ് ഡ്രൈവറാണ്. അപ്പോൾ ഞാനും ആലോചിക്കും, ഹസ്ബൻഡൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലത്തൊക്കെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുമല്ലോ. അപ്പോൾ എന്തോ ഒരു വിഷമം, എങ്ങനെയെങ്കിലും ആളെ കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നർ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് നല്ല സോഫ്റ്റാണ്. ചപ്പാത്തിയല്ല, നമ്മൾ പൊറോട്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നും. ഇത് കുറച്ചൊന്ന് മുരിഞ്ഞതാണ് എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ടയും ചപ്പാത്തിക്കൊക്കെ സൈഡായിട്ട് പോകുന്ന എന്തുണ്ട് അതൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല രസമാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റിൽ വേണമെങ്കിൽ സോഫ്റ്റിലെടുക്കുക, കുറച്ച് മുരിയണമെന്നുണ്ടെങ്കിൽ മുരിച്ചെടുക്കുക കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഒന്നും കൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, അതേമാതിരി ഇതിനെ കട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്തിട്ട്, അപ്പോൾ കൈമ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി മൈദയാക്കിയിട്ട് ആക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിതിനെ ചപ്പാത്തിക്ക് എത്രത്തോളം വലുപ്പത്തിലാണ് കട്ട് ചെയ്യുക അതേപോലെ ഇതിനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് മൈദപ്പൊടി വെച്ചിട്ട് നമ്മൾക്ക് ഒരു 7 എണ്ണമൊക്കെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിനൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ വീട്ടിൽ 24 hours ടി വിയിൽ ആ വാർത്ത തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക്. എങ്ങനെയെങ്കിലും ആളൊന്ന് കണ്ടുപിടിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ആരും ഇല്ലെങ്കിലും അരയ്ക്കാന്നുള്ളൊരു തോന്നലാണ്. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നന്നായി പരത്തിയെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നൈസായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. എത്രത്തോളം നൈസാക്കാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നൈസാക്കിക്കോ. ഇനി അതിൻ്റെ മുകളിൽ മൊത്തത്തിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലിന് പകരം നെയ്യോ തേച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് ഇരിക്കും. ആ നെയ്യിൻ്റെ ഫ്ലേവറായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പപ്സ് ഉണ്ടാക്കിയില്ലേ, അതേ രീതിയിൽ ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഓയിലാക്കിയ ഭാഗത്ത് നമ്മൾ വീണ്ടും കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്തായാലും ചെയ്യണം. ഇങ്ങനെ വെറുതെ മടക്കിയെടുത്താൽ ശരിയാവില്ല കേട്ടോ. നമ്മൾ മടക്ക ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഒരു പപ്സിൻ്റെ ഷേപ്പൊക്കെ ആയി കിട്ടിയില്ലേ. ഇനി എല്ലാവരും ഇതേപോലെ പരത്തി മടക്കി സെറ്റാക്കി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ 7 എണ്ണത്തിനെയും എന്നതേപോലെ സെയിം രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശക്കല്ല് ഞാൻ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പരിപാടി വീണ്ടും കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നീളനെയോ റൗണ്ടിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിനെ അധികം ഓവർ കട്ടിയിലല്ല, എന്നാൽ ഓവർ നൈസായിട്ടല്ല, ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം. വേണ്ട സൈഡൊക്കെ കട്ടി കുറവിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി നമ്മളിതിനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഭൂരിയൊക്കെ വീർത്ത് വരില്ലേ, അതേപോലെ ഇങ്ങനെ വീർത്ത് വരും കേട്ടോ.
കണ്ട ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പൊള്ളച്ച് വരുന്ന മാതിരി ഇത് പൊള്ളച്ച് വരുന്നുണ്ട്. ശരിക്കും ഇത് ലെയറായിട്ട് പൊറോട്ട പോലെ വരും. അപ്പം ഞാൻ ഇടയിൽ അതിന്മേൽ കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം റെഡി ആയപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇനി ഇതാ അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ തലേദിവസമൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റും. പിന്നെ മൈദയായ കാരണം കുറച്ച് അൺഹെൽത്തിയാണ്. അപ്പോൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയും വേണമെങ്കിൽ എടുത്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇത്രയ്ക്കും സോഫ്റ്റ്നെസ്സും ആ ഒരു ടേസ്റ്റിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അൺഹെൽത്തി ഫുഡ് കഴിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ. എനിക്ക് തന്നെ ഈ മൈദ വെച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് വിഷമമാണ്. എൻ്റെ അമ്മ തന്നെ പറയും എൻ്റെ അടുത്ത് മൈദ അധികം നല്ലതല്ല എന്ന്. എന്നാലും നമ്മൾ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പൊറോട്ട ഒക്കെ പോലെ തന്നെ മുട്ടയില്ലാത്ത പൊറോട്ടയുടെ ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ സ്നാക്സ് റെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.